ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 15 and 16. അനേക വാഗ്ദത്തങ്ങളുണ്ട്. ആത്മീയമായ വിഷയങ്ങളുണ്ട്, ഭൗതിക വിഷയങ്ങളുണ്ട്, തലമുറകളുടെ വിഷയത്തിലുണ്ട്. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം, വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരുവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചത്, വാഗ്ദത്തം ചെയ്തത് പൂർണ്ണമായി നിവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ്. അത് എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? സ്തോത്രം. ഇത്രത്തോളം ഞാൻ കാത്തിരുന്നു, ഇത്രത്തോളം ഞാൻ കാത്തിരുന്നു, ഇതുവരെ ലഭിച്ചില്ല, ഇനി ലഭിക്കത്തില്ലെന്നല്ല. ഇന്ന് പകൽ ഓർക്കുക, സ്തോത്രം, 2012 വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ വാക്ക് ഊന്ന് തന്നെയായിരിക്കാൻ എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? കർത്താവേ, ഇതുവരെ പ്രാപിക്കാത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ 2012 പ്രാപിപ്പാൻ ഞാൻ ധൈര്യപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ ഞാൻ ഇന്ന് പകൽക്കാല ദൈവത്തിലേക്ക് അടുത്ത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിക്കുന്നു, ജനമെല്ലാം മറുകര കടന്നു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിലേക്ക് അവർ പ്രവേശിച്ചു. അതിനുള്ള ചില സ്റ്റെപ്പുകളാണ് 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമുക്കതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം. മതി. ദൈവത്തിന് സ്തോത്രം. ദൈവം കൽപ്പിച്ചതനുസരിച്ച് അവർ ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ കരയിലെത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. യോശുവ അതികാലത്തെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിപ്പാനുള്ള ഒരു തത്രപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 2011 ചിലപ്പോൾ വേണ്ടതുപോലെ കർത്താവിനെ അനുസരിപ്പാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്തോത്രം, യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ അവൻ ഒരുക്കപ്പെട്ടതുപോലെ ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം, ദൈവം കൽപ്പിക്കുന്നത് അനുസരിപ്പാൻ എത്ര പേർ ഇന്ന് പോലെ തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. മലയാളം ട്രാൻസ്ലേഷനിൽ കാലം എന്ന് ചേർത്തിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഏർലി വിൽ ഐ സീ. പ്രൈസ് ദി ലോർഡ്. കാലത്തിൻ്റെ ആരംഭത്തിൽ മാത്രമല്ല, ഞാൻ കരുതുന്നു പ്രശ്നം ആഞ്ഞടിക്കുമ്പോൾ, ആവശ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ, ഉത്തരം ലഭിക്കാത്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, സ്തോത്രം, സ്വന്തം ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്ത് പരാജയപ്പെട്ടിട്ട് ദൈവത്തെ അന്വേഷിക്കുകയല്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, എത്ര പേർ തീരുമാനമെടുക്കും? I will seek your face. കർത്താവേ, നേരത്തെ തന്നെ പ്രശ്നം ആഞ്ഞടിക്കുമ്പോൾ തന്നെ, പ്രതികൂലം കടന്നു വരുമ്പോൾ തന്നെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഈ പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തെ അനുസരിപ്പാനുള്ള ഒരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം എഴുതിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗം അന്വേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവം കൽപ്പിക്കുന്നത് പ്രമാണിപ്പാൻ, തടസ്സങ്ങളെ നോക്കുകയല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ട് അധികാലത്ത് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്നു, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, തന്റെ മകനുമായി മോറിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോശുവ ഈ യോർദാനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പിക്ചർ അവന്റെ മനസ്സിലുള്ളപ്പോൾ സാധാരണഗതിയിൽ നിരാശയോടെ, തളർച്ചയോടെ ആയിരിക്കണം താൻ എഴുന്നേൽക്കേണ്ടത്. എങ്ങനെ? ഹൗ ഡു വി ഗോ അക്രോസ്? ഞങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കും? ഞങ്ങൾ ഇതിനെ എങ്ങനെ താണ്ടി അക്കരെ പോകും? അകത്ത് നിരാശയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ തിരുവചനം പറയുന്നു, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ യോശുവയ്ക്ക് ഒരു വിഷയമല്ല. എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവനൊരു കാര്യം അറിയാം. സ്തോത്രം, യോർദാൻ എത്ര കരകവിഞ്ഞൊഴുകിയാലും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട്, സ്തോത്രം, ഞാൻ അധികാലത്ത് എഴുന്നേറ്റ് ഇതാ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് പകരം ദൂത് ഞാൻ ചിലരോട് വിളിച്ചു പറയുന്നു, 2012 ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ അവിശ്വാസം നീക്കി, മടുപ്പുകളെ നീക്കി, നിരാശകളെ നീക്കി, ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പാൻ ഇന്ന് പകരം തീരുമാനമെടുക്കും.
അധികാലത്ത് എഴുതി. രണ്ടാമത് അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുക. അടുത്തത് അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ പിന്നാലെ വേണം കടന്നു പോകുന്നത്. മുഖവരിയായി കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു, കർത്താവ് പോകുന്ന വഴിയെ പോകുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്വന്തമായ പാതയിലൂടെ പോവുകയല്ല, നിയമപ്പെട്ടകം സ്തോത്രം തെളിച്ചെടുക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ തന്നെ പോകുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? സ്തോത്രം ഊഹാഭോഗങ്ങളുടെ വഴികളല്ല, സ്തോത്രം മാനുഷികമായ കൂട്ടുകെട്ടുകളുടെ വഴിയല്ല, ആമേൻ പ്രിയപ്പെട്ടവർ പറഞ്ഞു തരുന്ന ആലോചനയുടെ വഴിയല്ല. സ്തോത്രം ആമേൻ നിയമപ്പെട്ടകം എടുക്കുന്ന പാത, അതിന്റെ പിന്നാലെ കടന്നു പോകുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുവോളം ആമേൻ അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. അത് നീ മറന്നു പോകരുത്. അത് ഇടുക്കമുള്ള വഴിയായിരിക്കാം, അത് ഞെരുക്കമുള്ള പാതയായിരിക്കാം, അത് പരിചയമില്ലാത്ത പാതയായിരിക്കാം. ഞാൻ ഇതിലെ പോയിട്ടില്ല, ഇതിലെ എങ്ങനെ ഞാൻ പോകും, ഇതിലെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പ്രൈസ് ദി ലോർഡ് നീ ഭാരപ്പെടേണ്ട. ഇന്ന് പകൽ ഓർക്കുക, നിയമപ്പെട്ടകം നീങ്ങി തുടങ്ങുമ്പോൾ അതിന്റെ പിന്നാലെ പോകുവാൻ, സ്തോത്രം അതിനെ ഫോളോ ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് സംസാരിക്കുന്നു. വാഗ്ദത്ത നിവർത്തി നീ കാണണമോ? ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ഈ ദിവസങ്ങൾ നീ കാണണമോ? ഒരു കാര്യം തീരുമാനിക്കുക, കർത്താവേ എന്റെ വഴികളല്ല നിന്റെ വഴികൾ അനുസരിച്ച് നിന്റെ പാതയിലൂടെ പിൻപറ്റുവാൻ ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവത്തോട് തീരുമാനമെടുക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിയമപ്പെട്ടകത്തെ അനുഗമിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അതിനോട് ഒത്തിരി അടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, 2000 മുഴം. ഇന്നത്തെ നമ്മുടെ സമകാലികമായ അളവുകോല് വെച്ചാൽ ഏതാണ്ട് 3000 യാർഡ്സ് ആണ് ആ കണക്ക്. എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മൈലിന്റെ അകലം നിങ്ങളും നിയമപ്പെട്ടകവുമായിട്ടുണ്ടായിരിക്കണം. നിയമപ്പെട്ടകത്തെ പിൻപറ്റണം. അത് ഏത് പാത എടുക്കുന്നു അതിന്റെ പുറകെ പോകണം. But remember, don't get too close to the ark of the covenant. നിയമപ്പെട്ടകവുമായി നിങ്ങൾ ഒത്തിരി അടുക്കരുത് എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം. 2012 സ്തോത്രം ഇവിടെയുള്ള ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു, ദൈവ പൈതലേ, ദൈവ ഭയമുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ഈ തലമുറയിലിടയായി തീരട്ടെ. ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം ഞങ്ങൾ ഇന്നലെ രാത്രി ചിന്തിച്ചപ്പോൾ 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിന്റെ ശത്രുക്കളായി അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. സ്തോത്രം. ക്രൂശിനോട് മല്ലടിച്ചുകൊണ്ട്, ദൈവകൃപയോട് മല്ലടിച്ചുകൊണ്ട്, സുവിശേഷത്തോട് എതിർത്തുകൊണ്ട്, ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ നാം ചെയ്യേണ്ടത് ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരുവനാണ്. അവിടെ നാം വീണ്ടും വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഈ വഴി നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം 2012 ആരംഭ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചൊരു ദൂത് ഞാൻ പറയട്ടെ. സ്തോത്രം. 2012 തുടങ്ങുന്ന ദിവസങ്ങൾ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ വഴി നാം മുന്നേ പോയിട്ടില്ല. സ്തോത്രം. 2011 പല സംഭവങ്ങൾ നമ്മെ അഭിമുഖീകരിച്ചു, പല പ്രശ്നങ്ങൾ നാം കടന്നുപോയി, പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയി. എന്നാൽ 2012 അതിന്റെ തനി ആവർത്തനമാണോ? നമുക്ക് പറയുവാൻ ഒക്കത്തില്ല. ഈ വഴിയെ നാം പോയിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, ഈ വഴി അറിയുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനാണ് നമ്മുടെ മുൻപേ പോകുന്നത്. അത് ദുഃഖമാകട്ടെ, അത് സന്തോഷമാകട്ടെ, അത് ഉയർച്ചയാകട്ടെ, അത് താഴ്ചയാകട്ടെ, അത് പരാജയമാകട്ടെ, അത് വിജയമാകട്ടെ, ഒരു കാര്യം മറന്നു പോകരുത്, വഴി അറിയുന്നവൻ മുൻപേ പോകുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട. ധൈര്യമായി അവന്റെ പിന്നാലെ കടന്നു പോകുമെങ്കിൽ എത്തിക്കേണ്ടത് എത്തിപ്പാൻ കഴിവുള്ള ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. യോശുവയെ വേലയ്ക്ക് വിളിക്കുമ്പോൾ, യോശുവയെ ജനത്തെ നയിപ്പാൻ വിളിക്കുമ്പോൾ ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വേഗം വന്നിട്ട് അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ട്? ഞാൻ പോകുന്നിടത്ത് എൻ്റെ കർത്താവ് എന്നോട് കൂടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉറപ്പുണ്ടോ? Do you have this confidence? Do you have this assurance? Praise the Lord. ഭക്തനായ ദാവീദ് പറയുന്നു, മരണനിഴലിൻ താഴ്വരയിലൂടെ ഞാൻ കടക്കുമ്പോഴും നീ എന്നോട് കൂടെയുണ്ട്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് പകലൊരു കാര്യം ഉറപ്പുവരുത്തുക, ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. എന്തുകൊണ്ട്? അവന്റെ പെട്ടകത്തെയാണ് ഞാൻ അനുഗമിക്കുന്നത്. അവന്റെ പെട്ടകത്തിന്റെ പിന്നാലെയാണ് കടന്നു പോകുന്നത്. ഞാൻ സ്വന്തമായി തെരഞ്ഞെടുത്ത വഴിയല്ല, ഞാൻ സ്വന്തമായി കണ്ടെടുത്ത പാതയല്ല, എന്റെ ബുദ്ധിക്കൊത്ത വഴികളല്ല, എന്റെ കൂട്ടുകാരുടെ ആലോചനയല്ല. I am going in the footsteps of the Lord. ഞാൻ കർത്താവിന്റെ പാതകളിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവനാണ് എന്നെ നയിക്കുന്നത്. അവനോട് ചേർന്ന് നടക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ഇതാ സമർപ്പിക്കുകയാണ്. നീ പോകുന്നിടത്ത് ഞാൻ നിന്നോട് കൂടെ പോകും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ വഴിയെ നിങ്ങൾ പോയിട്ടില്ല. ഈ വഴിയെ കടന്നു പോകുമ്പോൾ വഴിയറിയുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. ആമേൻ. അപ്പോൾ ഒന്ന്, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം. രണ്ട്, അവന്റെ പാതകളെ പിൻപറ്റി അവനോട് കൂടെ നടക്കുവാൻ, അവനോട് ചേർന്നിരിപ്പാൻ, ഭയത്തോടുകൂടി അവനെ സേവിപ്പാൻ നമ്മുടെ ജീവിതത്തിലൂടെയായി തീരണം. മൂന്നാമത് ഭാഗത്ത് നാം കാണുന്നു, അതിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പെട്ടകമേന്തിയ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ നിന്ന് ചവിട്ടണം. ചവിട്ടുക മാത്രമല്ല, let it stand firm in the midst of Jordan. Praise the Lord. അവൻ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മധ്യത്തിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഉറപ്പോടെ പെട്ടകമേന്തിയ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടി നിൽക്കട്ടെ. ഇന്ന് പകലൊരു കാര്യം ഞാൻ ഓർപ്പിക്കാം, വാഗ്ദത്ത നിവൃത്തിയിൽ നീ പ്രവേശിക്കരുതെന്ന് പിശാച് ആഗ്രഹിക്കും. അവൻ അതിനെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടെന്ന് വരാം. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, അതിനെ കണ്ട് നീ ഭയപ്പെടുകയല്ല. സ്തോത്രം. കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ ചവിട്ടി നിൽക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ ധൈര്യപ്പെടും? അനേകർ പിന്മാറുമ്പോൾ, അനേകർ മതിയാക്കുമ്പോൾ, അനേകർ തളർന്നു പോകുമ്പോൾ, ഇല്ല ഞാൻ ഉറച്ചു നിൽക്കും. എന്തുകൊണ്ട്? പെട്ടകമേന്തി ആരാധനയുടെ സാന്നിധ്യമുണ്ട്. ദൈവകൃപ എന്നോട് കൂടെയുണ്ട്. അഭിഷേകം എന്റെ മേലുണ്ട്. അതുകൊണ്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ധൈര്യത്തോടെ അതേ കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ, പരിഹാസങ്ങളുടെ നടുവിൽ ഞാൻ നിൽക്കുമെന്ന് ഇന്ന് പകൽ തീരുമാനമെടുക്കും. പലയിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. ഏലാം താഴ്വരയിൽ ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നപ്പോൾ അവർ വന്ന് അണിനിരന്നു. ഇസ്രായേലിലെ യോദ്ധാക്കളെ ചെന്ന് അണിനിരന്നു. എന്നാൽ മലനായ ഗോലിയാത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോദ്ധാക്കളെല്ലാം പുറകോട്ട് പോയി. ഗോലിയാത്ത് നിന്ന് വീമ്പടക്കി അവരെ വെല്ലുവിളിച്ചു. മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരുത്തരുമില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗോലിയാത്ത് സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോൾ യഹോവനെ എന്ന് വീണ്ടും അണിനിരന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരുടെയും വിശ്വാസം ഇതുപോലെയാണ്. വെല്ലുവിളി ഉയരുമ്പോൾ, പിന്മാറുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ 2012 വാഗ്ദത്ത നിവൃത്തിയുണ്ടെങ്കിലും കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ നീ അഭിമുഖീകരിക്കേണ്ടി വരും. അത് രോഗമാകാം, അത് ഞെരുക്കമാകാം, അത് ഒറ്റപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം, സ്തോത്രം, അത് കടബാധകളായിരിക്കാം, അത് പ്രതികൂലങ്ങളായിരിക്കാം. എന്നാൽ ഒരു കാര്യം പറ, പ്രതികൂലങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കുമോ? സ്തോത്രം. കഷ്ടത മാറാൻ പ്രാർത്ഥിക്കരുത്, പ്രതികൂലം മാറാൻ പ്രാർത്ഥിക്കരുത്. ദൈവം അയക്കുന്ന പ്രതികൂലങ്ങളുണ്ട്, ദൈവം അയക്കുന്ന അവൻ കഷ്ടതകളുണ്ട്, ദൈവം അയക്കുന്ന ഞെരുക്കങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം പറ, അതിന്റെ നടുവിൽ ദൈവമേ നീ കൃപ തരുമെങ്കിൽ I will stand firm. ഞാൻ ഇത് ഉറപ്പോടെ നിൽക്കുമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എനിക്കറിയാം എല്ലാവരും യോജിക്കത്തില്ല. സ്തോത്രം. കഷ്ടത മാറാൻ, ദൈവം അയക്കുന്ന പ്രതികൂലം മാറാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ. There are some Jordans that you have to face.
ചില യോർദാനുകൾ നീ അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. അതേത്? കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, നിലയില്ലാത്ത യോർദാൻ, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കത്തക്ക യോർദാൻ. ഇന്ന് പകൽക്കാലം അതിലൂടെ നീ കടത്തിവിടും. ചില പെരുവെള്ളങ്ങൾ നിനക്ക് മീതെ കവിയുവാൻ ദൈവം സമ്മതിക്കത്തില്ല, എന്നാൽ അത് നിന്റെ മീതെ ആദരിച്ചെന്ന് വരും. ഇന്ന് പകൽ ഓർക്കുക, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അത് നിന്റെ മേൽ കവിയുകയില്ല. എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രവചനമായി കുറിച്ചിട്ട് ദൈവമൈതലേ, കഷ്ടത വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ഞാൻ പിന്മാറുകയില്ല. അവൻ നിങ്ങൾ വേഗം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. 4-ാം അധ്യായം യോശുവയുടെ പുസ്തകം തന്നെ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം കൂടെ വായിച്ച്. മതി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം കൽപ്പിച്ചതൊക്കെ തികച്ചെടുക്കുവോളം പെട്ടകമേന്ത്യ പുരോഹിതന്മാർ യോർദാനിൽ ഉറച്ചു നിന്നു. They stood firm till everything was accomplished. സ്തോത്രം. എല്ലാം തീരുവോളം ഉറച്ചു നിൽക്കുന്ന ദൈവഭക്തന്മാരെ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം അന്വേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സകലവും സമാപിക്കുവോളം ഉറച്ചു നിൽക്കുന്ന സ്തോത്രം ഒരു പോരാട്ടം കഴിപ്പാൻ ഇന്ന് പകൽ എത്ര പേർ ധൈര്യപ്പെടും? സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു ജയം ലഭിച്ചെന്ന് വരാം, 2 പ്രാവശ്യം ജയിച്ചെന്ന് വരാം. അത് പോരാ, അത് പോരാ, അത് പോരാ. സകലം സമാപിക്കുന്നത് വരെ, ആമേൻ, 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 ലക്ഷ്യമെത്തുന്നത് വരെ, സ്വർഗ്ഗത്തെ ആമേൻ നമ്മെ വിളിക്കുന്നത് വരെ, കർത്താവിന്റെ നാൾ വരെ ആമേൻ ഉറച്ചു നിൽക്കുവാൻ പെട്ടകമേന്തിയ പുരോഹിതന്മാരെ ആമേൻ എത്ര പേർ ധൈര്യപ്പെടും? അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, ഉറച്ചു നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് തീരുമാനമുണ്ടോ? നിന്നെ നിർത്തുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലൂടെ നടകൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെട്ടകമേന്തിയ പുരോഹിതന്മാരാര്? ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ഭക്തന്മാരാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവകരങ്ങൾ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ സ്തോത്രം, ആമേൻ, കരകവിഞ്ഞൊഴുകുന്ന യോർദാനിൽ സ്തോത്രം ഉറച്ചു നിൽക്കുവാൻ, സ്തോത്രം അതിൽ നിൽക്കുവാൻ ഇന്ന് പകലിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ തീരുമാനമെടുക്കും? അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യോർദാനിലെ വെള്ളം അധികം കാലം കരകവിഞ്ഞൊഴുകത്തില്ല. സ്തോത്രം. യോർദാനിലെ വെള്ളം അധികം കാലം കരകവിഞ്ഞൊഴുകത്തില്ല, നിന്നെ വാഗ്ദത്തത്തിൽ തടഞ്ഞു നിർത്തത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഒരു നിമിഷം ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ വെള്ളങ്ങൾ എല്ലാ കാലവും പ്രതികൂലമായി നിൽക്കത്തില്ല, ഈ പ്രവാഹം എല്ലാ കാലവും നിനക്കെതിരായി നിൽക്കത്തില്ല. സ്തോത്രം. അത് നീങ്ങി പോകുമ്പോൾ ഉണങ്ങിയ നിലത്തൂടെ, സ്തോത്രം, സ്തോത്രം, ഉണങ്ങിയ നിലത്തൂടെ, ഉണങ്ങിയ നിലത്തൂടെ ആമേൻ നീ വാഗ്ദത്തം കാണുവാൻ പോകുകയാണ്. നീ ദൈവിക നന്മ പ്രാപിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഹിതം നമ്മിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. അതിനായിട്ട് നമുക്ക് ഇന്ന് പൽക്കാല ദൈവങ്ങൾ സമർപ്പിക്കാം. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പൗലോസിന്റെ തീരുമാനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആമേൻ 14-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, one thing I do, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതും മറന്ന്, പിൻപിലുള്ളതും മറന്ന് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് 2012 മുൻപിൽ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, മുൻപിൽ ഒരു വലിയ സ്തോത്രം ലക്ഷ്യമുണ്ട്, മുൻപിൽ ഒരു വലിയ ഗോൾ ഉണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയും? പ്രിയമുള്ളവരെ, ദിനപത്രങ്ങൾ വായിച്ചാൽ ലോക സംഭവങ്ങൾ വല്ലാത്തൊരു ഗതിയിലേക്ക് നീങ്ങുകയാണ്. 2012 വെരി ബ്ലീക്ക്, വല്ലാത്ത ഇരുണ്ട ഒരു വർഷമെന്ന ലോകം വിധി പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട. സ്തോത്രം. നമുക്കൊരു ധൈര്യമുണ്ട്. ഇത് വിളിച്ചു പറയുന്നു, എന്റെ കർത്താവ് വരാറായി. ക്ഷാമങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ കൂടെ ആഞ്ഞടിക്കുമ്പോൾ, അവിടെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ധാരാളമായി കേട്ടുവരുമ്പോൾ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് വരാറായി. അവന്റെ വരവേറ്റവും ആസന്നമായി. അതുകൊണ്ട് നമുക്ക് പറയാം, ഇനി ഞാൻ പിൻപിലുള്ളത് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല, അവൻ മുൻപുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് അവൻ പരമവരുടെ വിരുദ്ധനായി ഇതാ ഞാൻ നാക്കിലേക്ക് ഓടുവാൻ, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ ഇന്ന് മുതൽക്കാലം ദൈവകരങ്ങൾ സമർപ്പിക്കും. എത്ര പേർക്ക് തീരുമാനമുണ്ട്? തീരുമാനമുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട്
കർത്താവേ, ഇന്ന് പകലങ്ങളുടെ വചനത്തോട് സമർപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജനമെല്ലാം മറുകര കടന്ന് വാഗ്ദത്ത ദേശത്ത് കാലുകുത്തി. സ്തോത്രം, സ്തോത്ം. വാഗ്ദത്തം അന്യാധീനപ്പെട്ടു പോയില്ല, വാഗ്ദത്തം അകന്നു പോയില്ല. 40 വർഷം മരുഭൂമിയിൽ ആമേൻ കറങ്ങി ആമേൻ ആമേൻ തകർന്നു പോയ ഒരു തലമുറയുടെ പിൻഗാമികളാണ്. എന്നാൽ അവർ വിശ്വാസത്തിന്റെ തലമുറയായി ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ആമേൻ പെട്ടകത്തിന്റെ പിന്നാലെ കടന്നുപോയത് കൊണ്ട്, സ്തോത്രം, സ്തോത്രം, ആമേൻ പ്രതികൂലമാകുന്ന യോർദാനിൽ ആമേൻ പെട്ടകമേന്തിയ ആരാധനയുടെ സാന്നിധ്യമുള്ള അഭിഷേകമുള്ള പുരോഹിതന്മാർ അവർ ചവിട്ടി നിന്നപ്പോൾ ഇതാ ആമേൻ പ്രതികൂലം മാറി അവർ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. ഇന്ന് പകലതിനായി എന്നെ സമർപ്പിക്കുന്നു. ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദേശത്ത് ആമേൻ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കരയുമെന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകാം. ഇന്ന് പകൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും എന്റെ പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗോഡ് ലിവ്സ്. കർത്താവ് ആമേൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക്